ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ അനാക്കൊണ്ട എങ്ങനെയാണ് വിൻഡോസ് 11ലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് അതിനായി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിലേക്ക് അനാക്കൊണ്ട ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ വരുന്ന ഫസ്റ്റ് വണ്ണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നെക്സ്റ്റ് സ്കിപ്പ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. ഇനി ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടെ അനാക്കൊണ്ട ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 951 MB ഉണ്ട് ടോട്ടൽ. അത് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ അനാക്കൊണ്ട ഇപ്പം ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ അനാക്കൊണ്ട ഡൗൺലോഡിലേക്ക് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഇനി നേരെ നമ്മുടെ ഡൗൺലോഡ്സ് പോയി ഇവിടെ നമുക്ക് കാണാം അനാക്കൊണ്ട ഡൗൺലോഡ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഐ എഗ്രി കൊടുക്കുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് എവിടെയാണോ നമ്മുടെ അനാക്കൊണ്ട പൊസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എവിടെയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം, ഏത് ഫോൾഡറിൽ വേണമെന്നുള്ള. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഡിഫറെന്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ഡോക്യുമെന്റ്സിൽ കൊടുത്തു. ഓക്കെ, ഞാനൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റോൾ കൊടുത്തു. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ പോവാണ്.
ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അത് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ദെൻ ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലേക്ക് അനാക്കോണ്ട കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളായി. ഇനി നെക്സ്റ്റ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തതിനോട് നമ്മുടെ സെർച്ച് ബാറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് അനാക്കോണ്ട സെർച്ച് ചെയ്യാം. ഇവിടെ ജസ്റ്റ് അക്കൗണ്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരാം. ഓക്കെ, നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത അനാക്കോണ്ട നമുക്ക് ഇവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഇതൊക്കെ അനാക്കോണ്ട. ഓക്കെ, ഇതൊക്കെ അനാക്കോണ്ടയിലുള്ളതാണ്. നമുക്ക് ഇവിടെ പൈച്ചാം ഉണ്ട്, യൂസ് ചെയ്യാം. ദെൻ അനാക്കോണ്ട ക്ലൗഡ് നോട്ട്ബുക്ക് ഉണ്ട്, ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഉണ്ട്, ജുപ്പിറ്റർ ആൻഡ് VS കോഡ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ജുപ്പിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ജുപ്പിറ്റർ ലോഞ്ച് ചെയ്യാണ്. ജസ്റ്റ് ലോഞ്ച് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ ജുപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ന്യൂ കൊടുത്ത് പൈത്തൺ 3 എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോട്ട്ബുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇതാണ് ജുപ്പിറ്റർ നോട്ട്ബുക്ക്. ഈ ഒരു പേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നമ്മൾ അനാക്കോണ്ട എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൽ ജുപ്പിറ്റർ നോട്ട്ബുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് എടുത്തത്. ഓക്കെ, താങ്ക് യു.